ചില മിലിറ്ററി ജനറൽസ് റിട്ടയർ ആയവരാണ്. ഹിന്ദി ചാനലും പറയുന്നു, ഇംഗ്ലീഷ് ചാനലും പറയുന്നു. ഇന്ത്യ പോയി ബംഗ്ലാദേശിനെ ഇപ്പോൾ, അതായത് മേൽഭാഗം 3-4 ഡിസ്ട്രിക്റ്റ് ഉണ്ട്, അത് 2 ആക്കണം, ചിറ്റഗോങ് പിടിച്ചെടുക്കണം. ഇതൊക്കെ പറയാൻ വളരെ ഈസി. ഇതേപോലെ ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പ് ഫാൽഗാമിന് ശേഷം ഉണ്ടായത്. ഇതേപോലെ വിളിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതേപോലെയുള്ള വിളിച്ച് സോഷ്യൽ മീഡിയ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിന് എടുത്തു ചാടി എന്ന വാക്കാണ് ഞാൻ ഉപയോഗിക്കുക. അതിനുശേഷം ഇന്ത്യൻ ആർമി ജനറൽമാരും ഇന്ത്യൻ ഡിഫൻസിൻ്റെ അറ്റാച്ചേയും ഇന്ത്യയുടെ ഡെപ്യൂട്ടി ആർമി ചീഫൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അറിയാം നിങ്ങൾക്ക് എന്താ അവർ പറഞ്ഞതെന്ന്. ഞാൻ അതിലോട്ട് പോകുന്നില്ല, കാരണം അതൊരു വലിയ രീതിയിലുള്ള നമ്മുടെ ഒരു മൊറാൽ അതിനെ ഭയങ്കരമായിട്ട് ഡൗൺ ചെയ്യുന്ന രീതിയിലാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അതായത് ഞാൻ പറയാറുണ്ട്, ഇന്ത്യ വാറിന് പോകരുത്, വേറെ ഓപ്ഷൻ നോക്കി. അവസാനത്തിൽ ലാസ്റ്റ് ഓപ്ഷനാണ് ഈ വാർ എന്ന് പറയുന്നത്, കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത്, അറ്റാക്ക് എന്ന് പറയുന്നത്. മിലിറ്ററി ഓപ്ഷൻ അല്ല ഇവിടെ ആവശ്യം. ഇവിടെ മിലിറ്ററി ഓപ്ഷൻ പറയുകയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഏകദേശം ഇന്ത്യൻ എക്സ്റ്റേണൽ അഫേഴ്സ് സ്പോക്സ് പേഴ്സണാണ് പറയുന്നത്, കഴിഞ്ഞ 5-6-7 ദിവസം കൊണ്ട് ബംഗ്ലാദേശിൽ 2300ഓളം മൈനോറിറ്റി, അവിടുത്തെ മൈനോറിറ്റി എന്ന് പറയുന്നത് ഹിന്ദുക്കളാണ്, അവർക്കെതിരെ അറ്റാക്ക് ചെയ്ത് അവരുടെ വില്ലേജുകൾ കത്തിക്കുന്നു, 2ഓളം പേരെ ലിഞ്ച് ചെയ്യുന്നു. രാമകൃഷ്ണ മിഷൻ ചിറ്റഗോങ്ങിൽ വളരെ സംഭവമാണ്. ആ സ്വാമിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി, സെഡേഷൻ. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്നലെയാണ് ഇതിനെപ്പറ്റി പറയുന്നത്. ബേസിക്കലി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ മറ്റുള്ള ലോകരാജ്യങ്ങളാണ് ഇത് പറയേണ്ടത്, അവരൊന്നും മിണ്ടുന്നില്ല. ഇന്നലെ പറഞ്ഞു ബംഗ്ലാദേശ് ഗവൺമെൻറ് ആക്ഷൻ എടുക്കണം. ഇവിടെയുള്ള ചാനൽ പറയുന്ന അവിടെയുള്ള ഹിന്ദുക്കളെ എല്ലാം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. വളരെ സിമ്പിളായിട്ടാണ് പറയുന്നത്, ഹിന്ദുക്കളെ കുട്ടികളുള്ള മുസ്ലിങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോകാം, സിമ്പിളായിട്ട് ദിവസമൊക്കെ വാർ ചെയ്യുക. ഇതൊന്നും അല്ല ഇതിൻ്റെ അകത്തെ പോംവഴി. അതായത് പുതിയൊരു പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ടാകും ഉറപ്പായിട്ട്, കാരണം ഫെബ്രുവരി 26 ഇലക്ഷനാണ്. താരിഖ് റഹ്മാൻ, അതായത് BNPയുടെ കാളിദാസിയുടെ മകൻ തിരിച്ചു വന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രധാനപ്പെട്ട പോയിന്റ്, ഷെയ്ഖ് ഹസീനയെ പുറത്താക്കിയത് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് ആണ്.